നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള LDF, UDF ജാഥകളിലും ജമാഅത്തെ ഇസ്ലാമി ബന്ധം ചർച്ചയാക്കി നേതാക്കൾ. UDFന്റെ പുതുയുഗ യാത്ര വർഗീയ ശക്തികളെ വെള്ളപൂശുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. MV ഗോവിന്ദൻ UDFനെ വർഗീയത പഠിപ്പിക്കാൻ വരേണ്ട എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തിരിച്ചടിച്ചു. മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചുവെന്ന് സത്യവാങ്മൂലം നൽകാൻ ജമാഅത്തെ ഇസ്ലാമി തയ്യാറുണ്ടോ എന്ന് മുതിർന്ന CPIM നേതാവ് AK ബാലൻ വെല്ലുവിളിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൽ പ്രധാന വിഷയമായിരുന്ന ജമാഅത്തെ ഇസ്ലാമി ബന്ധം തന്നെയാകും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെയും മുൻപന്തിയിൽ നിൽക്കുക എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചെന്ന പ്രതിപക്ഷ നേതാവിന്റെ ഇന്നലത്തെ പ്രസ്താവനയാണ് രാഷ്ട്രീയ സംവാദങ്ങൾക്ക് തുടക്കമിട്ടത്. രാഷ്ട്രീയ അവസരം മുന്നിൽ കണ്ട CPIM ചാടി വീണു. ജമാഅത്തെ ഇസ്ലാമി വർഗീയമായ നിലപാട് സ്വീകരിക്കുന്നവരല്ല എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ്സാണ്. മുമ്പ് കോലീബി സഖ്യ ഉണ്ടായിരുന്നത്, ഇപ്പോൾ കോലീബി സഖ്യത്തിൻ്റെ പുറമെ ജമാഅത്തെ ഇസ്ലാമിയുമായും സഖ്യം എന്നുള്ളതാണ് പുതിയ അവരുടെ കാഴ്ചപ്പാട്. UDFനെ പിന്തുണയ്ക്കുമ്പോൾ മാത്രം വർഗീയ നിലപാടെന്ന് ആരോപിക്കുന്ന LDFന് ഇരട്ടത്താപ്പാണെന്ന് കോൺഗ്രസ് തിരിച്ചടിച്ചു. 42 വർഷക്കാലം തോളിൽ വെച്ചുകൊണ്ട് നടന്നാണ് ജമാഅത്തെ ഇസ്ലാമി. അന്ന് അവരിതെല്ലാം പറഞ്ഞാണ്. അന്ന് അവർക്ക് ഒരു കുഴപ്പമുണ്ടായില്ല. ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിച്ചതോടെ UDFന്റെ രാഷ്ട്രീയ അടിത്തറ ഇല്ലാതായെന്ന് മുതിർന്ന CPIM നേതാവ് AK ബാലൻ പ്രതികരിച്ചു. അവരുയർത്തുന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരാണ്, ജനാധിപത്യത്തിനെതിരാണ്, ദേശീയതക്കെതിരാണ്. അതിൽ നിന്ന് ഞങ്ങൾ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഫിഡവിറ്റ് കൊടുക്കാൻ പറ്റുമോ കോടതിയിൽ? ഞാൻ വെല്ലുവിളിക്കുകയാണ്. രാഷ്ട്രീയമായി ഇതുപോലെ അധപ്പതിച്ച ഒരു കാലഘട്ടമില്ല. ജമാഅത്തെ ഇസ്ലാമിയുമായി നേരത്തെ ബന്ധമുണ്ടാക്കിയവരാണ് ഇപ്പോൾ UDFനെതിരെ കുറ്റമാരോപിക്കുന്നതെന്ന് KC വേണുഗോപാലും പ്രതികരിച്ചു. ഇത്തരം ബന്ധങ്ങളില്ല എന്ന് പറഞ്ഞ് പരസ്യ നിലപാടെടുക്കുന്നവർക്ക് ആരെങ്കിലും പിന്തുണക്കുന്നുണ്ടെങ്കിൽ ആ പിന്തുണ വേണ്ടാന്ന് പറയില്ല എന്ന് മാത്രമേ സതീശൻ പറഞ്ഞിട്ടുള്ളൂ. ഉപാധിയുമില്ലാതെ ആരെങ്കിലും വന്ന് പിന്തുണ തരുന്നുണ്ടെങ്കിൽ ആ പിന്തുണ വേണ്ടാന്നുള്ള ആ പറയുന്നത് ആരാണ്? അവർ ഉപാധികൾ വെച്ച കാലത്ത് അവരുടെ പിന്തുണ തേടിയ CPM ആണ് ഇപ്പോൾ ഞങ്ങളെ വിമർശിക്കുന്നത്. അതിലൊരു കാര്യമില്ല. ജമാഅത്തെ ഇസ്ലാമി ബന്ധം തിരഞ്ഞെടുപ്പ് വിഷയമാകുമ്പോൾ രാഷ്ട്രീയ രംഗം ചൂടുപിടിക്കുകയാണ്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.